നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യേ, വെറും ലോക്കല് പ്രൊഡക്റ്റ് വാങ്ങാൻ വരുന്ന മനുഷ്യരെ ഇത് കണ്ടാ വാങ്ങാതെ പോവും. ഐശ്വര്യ, അത് നല്ല സൂപ്പർ വർക്കായിട്ടാ എനിക്ക് തോന്നുന്നത്. അല്ല, ശ്യാമയുടെ രക്ഷകർത്താവല്ലേ. സ്വന്തം കുട്ടി എന്ത് കോപ്രായം കാണിച്ചാലും സ്വന്തക്കാര് കേമോന്നല്ലേ പറയൂ. ശ്യാമേ, ഐശ്വര്യക്ക് മനസ്സിൽ വ്യക്തമായിട്ട് അറിയാം ഇത് നല്ല ഡിസൈൻ ആണെന്ന്. പക്ഷേ അംഗീകരിച്ചു തരാൻ വയ്യ. നീ വിഷമിക്കണ്ട. എടുത്തി, ഇനി എനിക്കങ്ങനെ പെട്ടെന്നൊരു വിഷമമൊന്നും വരില്ല. പിന്നെ ഇത് ഓഫീസ് കാര്യ. ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് ഒരു ടീം വിലയിരുത്തും. അവരാ ഫൈനലൈസ് ചെയ്യണ്ടേ. ആര് ഫൈനലൈസ് ചെയ്താലെന്താ, കമ്പനി കൊളമാക്കരുത്. ഞങ്ങൾക്കും കൂടെ അവകാശപ്പെട്ടതാ കമ്പനി. ലാഭം സ്വന്തം കുടുംബത്തിലേക്കങ്ങ് മറിക്കരുത്. ഐശ്വര്യ, എടുത്തി, വേണ്ട. ഇതിന്റെ മറുപടി ഞാൻ പറഞ്ഞോളാം. ഐശ്വര്യടുത്തി ഇപ്പൊ പറഞ്ഞതിന് ഞാൻ മറുപടി പറയുന്നില്ല. നമ്മുടെ ഭർത്താക്കന്മാര് 3 പേരും ഒറ്റക്കെട്ട ഏത് കാര്യത്തിനും. ആ ഒരുമ നമുക്കും കൂടി ഉണ്ടായ ഈ കമ്പനി നമ്പർ 1 ആക്കാം. കാര്യങ്ങൾ നമുക്ക് 3 പേർക്കും കൂടി തീരുമാനിക്കാം. പിന്നെ നിന്റെ കൂട്ട് ചേർന്നിട്ടേ എനിക്കങ്ങനെ കമ്പനി ഉയർത്തണ്ട. പുത്തനച്ചി പോരപ്പുറം തൂക്കുന്നതാ ഇത്. പുതിയ കവറുണ്ടാക്കുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു, പിന്നെ പുതിയ കല്യാണോ. എന്റെ പൊന്നോ, ഞാൻ അറിയാതെ ഐശ്വര്യ ഒന്ന് വിളിച്ചുപോയി. അതും അബദ്ധമായി പോയി. എന്തായാലും ഐശ്വര്യടുത്തേക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ദാ ഈ കവർ തന്നെയായിരിക്കും ഫൈനലിൽ വരാൻ പോകുന്നത്. കമ്പനി ഇത് അപ്രൂവ് ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ട്. മക്കളെ, നിങ്ങൾ എല്ലാരും റെഡി ആയിക്കോളൂ. എന്താമ്മേ, എങ്ങോട്ടാ പോകുന്നേ? ശ്യാമയുടെ വിവാഹവസ്ത്രം ആഭരണം എടുക്കണ്ടേ? അത് പൂജയ്ക്ക് വെക്കണം. തിരുമുൽപ്പാട് പറഞ്ഞതാണല്ലോ. അടിപൊളി. 5 മിനിറ്റ്, ഞാൻ ദാ റെഡിയായി. ഞാൻ വരുന്നില്ല അമ്മേ, ഒരു തലവേദന. ഐശ്വര്യ, ദേ അമ്മയുടെ ചെലവിൽ നമുക്ക് അടിച്ചു പൊളിക്കാന്നേ. നീ റെഡിയാവ്. ഇതിനെക്കുറിച്ചാ ഞാൻ പറഞ്ഞത്. കമ്പനി കാശ് ആഭരണത്തിനും തുണിക്കൊക്കെ വേണ്ടി അങ്ങ് പോട്ടെ എന്നല്ലേ. അതെ, ഇതെന്റെ കാശാ മോളെ, കമ്പനി കാശൊന്നും അല്ല. ഐശ്വര്യ പോയി റെഡി ആയിക്കോ. ഞാൻ പറഞ്ഞതല്ലേ അമ്മേ, എനിക്ക് തലവേദനയാ. എന്നാ ശരി, ശ്യാമ അമൃതയും പെട്ടെന്ന് റെഡി ആയിട്ട് വാ. ഞാൻ പെട്ടെന്ന് വരാം. ചെല്ല്. ശ്യാമൻ, സത്യം പറ, ആ തിരുമുൽപ്പാടിനെ നീ കാശ് കൊടുത്ത് കൊണ്ടുവന്നതല്ലേ? ലോക പ്രശസ്തയാവാൻ പോകുന്ന ഒരാള്, പ്രശസ്തയുടെ ജാതകം. നീ എങ്ങനെയാടി പ്രശസ്തയാവാൻ പോകുന്നേ? ഒരു കമ്പനിയെ പൂട്ടിച്ചെന്ന പേരിലായിരിക്കും. ഞാൻ പ്രശസ്തിയാവാൻ പോകുന്നത് എങ്ങനെയാണെന്നേ എടുത്ത് കണ്ടു. ഇത് അഹങ്കാരം കൊണ്ടല്ല, ആത്മവിശ്വാസം കൊണ്ട് പറഞ്ഞതാ. ചിലപ്പോ എന്റെ ഒരു ഓട്ടോഗ്രാഫിന് വേണ്ടിയിട്ട് ഐശ്വര്യടുത്ത് കാത്തു നിൽക്കേണ്ടി വരും. പോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.